വാർത്തകൾ തുടരുന്നു. ഉത്തർപ്രദേശിൽ ഫത്തേപൂരിൽ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സമൂഹം. ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച സ്ഥലത്ത് ആരാധന നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സമൂഹം പ്രതിഷേധിച്ചു. സംഘർഷത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, സ്ഥലത്ത് വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത മുന്നിലുണ്ട് എന്ന് തോന്നുന്നു. കാരണം അത്രയേറെ ഹിന്ദു സമൂഹമാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഉത്തർപ്രദേശിൽ ഫത്തേപൂരിൽ സദർ തഹസിൽ അബൂനഗർ മേഖലയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചെറിയ സംഘർഷവും ഒപ്പം ആരാധനാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ആരാധനയ്ക്ക് അവകാശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സമൂഹം വലിയ പ്രതിഷേധം ആരംഭിച്ചിട്ടുള്ളത്. അബൂനഗറിൽ സ്ഥിതി ചെയ്യുന്ന നവാബ് അബ്ദുസമദിൻ്റെ ശവകുടീരമാണ്. അത് പൊളിച്ചു നീക്കണമെന്നും ആ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് മുകളിലാണ് എന്നുള്ളതാണ് പ്രദേശവാസികളും ഒപ്പം അവിടെയുള്ള ഹിന്ദു സംഘടനാ നേതാക്കളും ഹൈന്ദവ വിശ്വാസികളും ആവശ്യപ്പെടുന്നത്. ഇന്ന് രാവിലെ ഈ ശവകുടീരത്തിൻ്റെ സമീപം എത്തുകയും ആ കെട്ടിടത്തിന് മുകളിൽ കാവിക്കൊടി നാട്ടുകയും അവിടെ ആരാധനയ്ക്ക് അവകാശം നൽകണം, അവിടെ പൂജ ആരംഭിക്കും എന്ന പ്രഖ്യാപനമാണ് ഹിന്ദു സംഘടനാ നേതാക്കളും ഒപ്പം ഹൈന്ദവ വിശ്വാസികളും നടത്തിയിട്ടുള്ളത്. അതിന് തെളിവായും ഹിന്ദു സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ഈ നിർമ്മിതിക്കുള്ളിൽ താമരപ്പൂവും ഒപ്പം തൃശൂലവും ഉൾപ്പെടെയുള്ള ഹൈന്ദവ ആരാധനാ ബിംബങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു മുസ്ലിം ശവകുടീരത്തിനുള്ളിൽ തൃശൂലം വരിക എന്ന ചോദ്യമാണ് ഈ ഹൈന്ദവ സമൂഹം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ആ കെട്ടിടം മുൻപ് ക്ഷേത്രമായിരുന്നു, അത് ശിവക്ഷേത്രമായിരുന്നു, അത് ഹൈന്ദവ ആരാധനയ്ക്ക് വിട്ടു നൽകണമെന്ന ആവശ്യമാണ് ഹൈന്ദവ വിശ്വാസികൾ മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ നിലവിൽ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ആ കെട്ടിടവും അതിൻ്റെ സമീപ പ്രദേശവും പരിപാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ വിഷയം കോടതിയിലേക്കും നിയമ നടപടികളിലേക്കും പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഹൈന്ദവ സംഘടനാ നേതാക്കളും ഹിന്ദുമത വിശ്വാസികളും പ്രദേശത്ത് വലിയ രീതിയിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടൊരു വലിയ സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലുകളിൽ ജില്ലാ മജിസ്ട്രേറ്റ് സംഭവ സ്ഥലത്തെത്തുകയും അവിടെ വലിയ പോലീസ് വിന്യാസം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അധികാരികൾ എത്രയെല്ലാം തടഞ്ഞാലും ആ കെട്ടിടത്തിനുള്ളിൽ പൂജ ആരംഭിക്കും എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഹിന്ദു സമൂഹം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രദേശത്ത് സംഘർഷ സാധ്യതയുണ്ട്. പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വിഷയം കോടതിയിലേക്ക് എത്താനാണ് സാധ്യത. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ നമുക്ക് കാണാൻ സാധിക്കും. മുൻപ് മുഗൾ ഭരണകാലത്ത് രാജ്യത്തിന് അകത്തുണ്ടായിരുന്ന വിവിധ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ടോ അത് നശിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഇത്തരത്തിൽ മസ്ജിദുകളും ശവകുടീരങ്ങളും പണിതതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ, ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ, പുണ്യനഗരങ്ങൾ കാശിയും മധുരയും അയോധ്യയും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ പുണ്യ കേന്ദ്രങ്ങളിലുള്ള അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികൾ ഹിന്ദു ആരാധനയ്ക്ക് വിട്ടു നൽകണം എന്നുള്ളതാണ് ഹൈന്ദവ സമൂഹം ആവശ്യപ്പെടുന്നത്. ജിഷ്ണു, ഉത്തർപ്രദേശിൽ ഫത്തേപൂരിലാണ് ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സമൂഹം പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച സ്ഥലത്ത് ആരാധന നടത്തണം, അതിനുള്ള സൗകര്യം തരണം, ഇതാണ് ആവശ്യം. സംഘർഷത്തെ തുടർന്ന് പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.